ഗുരുദേവ വചനങ്ങളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കേരളത്തിലെ മാറിയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഗുരുദേവൻ ഒരിക്കൽ കൂടി ഈ നാട്ടിൽ ജന്മമെടുത്തെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെയും കരുണയുടെയും വലിയ സന്ദേശം, ആ സന്ദേശത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണിത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടുടുക ഈ നവാക്ഷരി എന്ന് ഗുരുദേവൻ പറഞ്ഞ അരുളും അൻപും അനുകമ്പയും, ഇത് മൂന്നുമാണ് കേരളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സംരക്ഷണം നൽകേണ്ടവർ സംരക്ഷിക്കുന്നതിന് പകരം അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന, അക്രമത്തിന്റെ ആളുകളായിട്ട് മാറുന്ന സാഹചര്യം, ആ സാഹചര്യം കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ സംശയങ്ങൾ, ഈ ആശങ്കകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്നത്. ഒരു പീഡ എറുമ്പനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര, നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് നമ്മളോട് ഉരുവിട്ട ഗുരുദേവന്റെ ചിന്തകൾ, ആ ചിന്തകൾ ഇന്ന് കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഗുരുദേവന്റെ ഭൗതിക ജീവിതകാലത്ത് മതപരിവർത്തന ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഐത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല എന്ന് ഗുരുദേവൻ അർത്ഥശങ്കയില്ലാതെ പ്രഖ്യാപിച്ചു. വളരെ തെളിഞ്ഞ സാമൂഹിക ബോധത്തോടുകൂടി ഇന്നത്തെ സാമൂഹിക നിർമ്മിതിയിലേക്ക് ഗുരുദേവൻ വഴിതെളിച്ചു. നമ്മുടെ നാടിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിലും സ്വത്വത്തിലും ഉറച്ചു നിന്നുകൊണ്ട് സനാതന ധർമ്മത്തിൽ നിന്ന് തന്നെ ബഹുസ്വര സമൂഹ സൃഷ്ടി, ആ ബഹുസ്വര സമൂഹ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ദർശനം, ആ ദർശനം ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്നു. പല മതസാരവും ഏകം എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചത് സനാതന ധർമ്മത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയിട്ടുള്ള ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന ഉപനിഷത് വചനം, ആ ഉപനിഷത് വചനം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ സനാതന പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തം മതത്തിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുക എന്നുള്ള സമീപനമാണ് ഗുരുദേവൻ സ്വീകരിച്ചത്. സനാതന ധർമ്മത്തിൽ പലതരം ജീർണതകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും, പിന്നോക്ക സമുദായം അതിന്റെ ഇരകളായിരുന്ന കാലഘട്ടത്തിൽ പോലും ഈ ധർമ്മത്തിന്റെ ആന്തരിക മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സത്യസന്ധമായിട്ട് പ്രഖ്യാപിച്ച മഹാഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. സനാതന പാതയിലെ പരിഷ്കരിക്കപ്പെടേണ്ട വഴികൾ, പല ഭാഗങ്ങൾ, ആ ഭാഗങ്ങളെ പരിഷ്കരിക്കാൻ ഗുരുദേവൻ ശ്രമിച്ചു. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനല്ല ഗുരുദേവൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഗുരു പിന്തുടർന്ന സനാതന പാത, ആ സനാതന പാതയെ തിരിച്ചറിയുന്ന, അതിന്റെ യഥാർത്ഥ അന്തസത്ത തിരിച്ചറിയുന്ന, അതിന്റെ സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ, ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ തിരിച്ചറിയുന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്കുള്ള വേദിയായിട്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.